ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. T20ക്കുള്ള ടീമിനെയും ഏകദിനത്തിനുള്ള ടീമിനെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്കയിൽ 3 ഏകദിനങ്ങളും 3 T20യുമാണ് കളിക്കാൻ പോകുന്നത്. ഗൗതം ഗംഭീർ കോച്ചായി വന്നതിന് ശേഷമുള്ള ആദ്യ പരമ്പരയാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ടീമിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ നമുക്ക് കാണാനും സാധിക്കും. ഏതായാലും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിനെ T20 ടീമിന്റെ ക്യാപ്റ്റൻ ആക്കി എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഈ ഏകദിന ഫോർമാറ്റിലേക്ക് വന്നിരിക്കുന്നു. കാരണം അവർക്ക് ഈ T20 ലോകകപ്പ് കഴിഞ്ഞപ്പോൾ അവർ ആ ഫോർമാറ്റിൽ നിന്ന് റിട്ടയർ ചെയ്യുകയും കുറച്ച് നാളത്തെ വിശ്രമം ആവശ്യമാണെന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഗൗതം ഗംഭീറിന്റെ ആദ്യ സീരീസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റിലാണ് രണ്ടുപേരും വന്നിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്ക് വേണ്ടി അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയ മലയാളി താരം സഞ്ജു സാംസണെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിനെ T20 ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ ആക്കി എന്നുള്ളതാണ്. ഹാർദിക് പാണ്ഡ്യയെ മാറ്റിയിട്ടാണ് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ ഇന്ത്യ ജയിച്ച ഈ കഴിഞ്ഞ T20 ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഹാർദിക് പാണ്ഡ്യയെ ആ ഒരു ടൂർണമെന്റിൽ വൈസ് ക്യാപ്റ്റനാക്കി വെച്ചതെന്നാണ് എന്റെ ചോദ്യം. കാരണം നമ്മളെപ്പോഴും ഒരു വൈസ് ക്യാപ്റ്റൻ ഒരു പൊസിഷൻ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാളെ ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശത്തിലായിരിക്കുമല്ലോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വൈസ് ക്യാപ്റ്റൻസി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം, ഈ 2 സീരീസിലും ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് ശുഭ്മാൻ ഗില്ലിനെയാണ്. ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് സെലക്ടർമാരും BCCIയും ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത ഒരു ക്യാപ്റ്റൻ ഈ ഫോർമാറ്റുകളിൽ വരും തലമുറയിലെ ഒരു ലീഡ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ അങ്ങനെ വൈസ് ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സിംബാബ്വെ സീരീസിൽ അദ്ദേഹം ക്യാപ്റ്റനാക്കി അദ്ദേഹത്തിനെ വിട്ടതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചോദിക്കുന്നത്, ഈ T20 ലോകകപ്പിൽ എന്തിനാണ് പിന്നെ ഹാർദിക് പാണ്ഡ്യയെ വൈസ് ക്യാപ്റ്റൻ ആക്കിയത്? പെട്ടെന്ന് അദ്ദേഹം പിക്ചറിൽ ഇല്ലാതാവാനുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും ആരുടെ ഉദ്ദേശമാണ് ഇത് എന്നുള്ളതിനെ പറ്റി അറിയില്ല. സൂര്യകുമാർ യാദവിന് എല്ലാ ആശംസകളും നേരുന്നു. കാരണം സൂര്യകുമാർ യാദവ് ഒരു മികച്ച ക്യാപ്റ്റനാണ്, മികച്ച ഒരു മാനേജ്മെന്റ് ഉള്ള ഒരാളാണ്. അദ്ദേഹം നല്ല രീതിയിൽ ഇന്ത്യനെ ക്യാപ്റ്റൻ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരുപാട് വിമർശകരുണ്ടാവാം, പല പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തോട് കാണിച്ചതിന് ഒരു ന്യായീകരണം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ ഒരു ഫ്ലാംപോയിന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലും അദ്ദേഹത്തിന്റെ അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റൈലും പലർക്കും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ അത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹത്തിനെ ഈ T20 ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആക്കിയത് നമുക്കറിയാം. കഴിഞ്ഞ 2023 ഏകദിന ലോകകപ്പിലും രോഹിത് ശർമ്മയുടെ ഡെപ്യൂട്ടി ആയിട്ടുണ്ടായിരുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇടയിൽ ഒരു ഇഞ്ചുറി പറ്റുകയും അദ്ദേഹം ആ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഈ T20 ലോകകപ്പിൽ അതിന് തൊട്ട് മുമ്പ് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായിട്ട് വന്നപ്പോൾ തൊട്ട് ഒരുപാട് കൂക്കുവിളികളും വിമർശനങ്ങളും നേരിട്ട ഒരു താരമാണ് ഹാർദിക് പാണ്ഡ്യ. രോഹിത് ശർമ്മയെ മാറ്റിയിട്ടാണ് ഹാർദിക്കിനെ ക്യാപ്റ്റൻ ആക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങൾ നേരിട്ട ഒരു താരമാണ് ഹാർദിക് പാണ്ഡ്യ. പക്ഷേ അതിനുശേഷം ഈ T20 ലോകകപ്പിലേക്ക് വരുമ്പോൾ ആ കറകളെല്ലാം മാച്ചു കളഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ച ഒരു താരമാണ് ഹാർദിക് പാണ്ഡ്യ. നമുക്കറിയാം, അവസാന ഓവറുകളിലൊക്കെ അദ്ദേഹം ബോൾ ചെയ്ത ഒരു രീതി, അല്ലെങ്കിൽ ഹെൻറിച്ച് ക്ലാസിനെ ഔട്ടാക്കിയ ആ ഒരു ഓവർ, അതെല്ലാം തന്നെ ആ കളിയിലെ വലിയ വഴിത്തിരിവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അടുത്ത ഒരു സീരീസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ എസ്പെഷ്യലി T20 ഹാർദിക് പാണ്ഡ്യനെ കൊണ്ടുവരും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇത് ആരുടെ ഇൻട്രസ്റ്റ് ആണ്? ഗൗതം ഗംഭീറിന്റെ ഇൻട്രസ്റ്റ് ആണോ അതോ സെലക്ടർമാരുടെ ഇൻട്രസ്റ്റ് ആണോ എന്ന് അറിയില്ല. ഇനി അജിത് അഗർക്കർക്ക് ഇതിൽ വലിയ റോൾ ഉണ്ടോ എന്നുള്ള അറിയില്ല. കാരണം അജിത് അഗർക്കർ മുംബൈയിൽ നിന്നുള്ള ഒരു താരമായിരുന്നു, സൂര്യകുമാർ യാദവ് മുംബൈയിൽ നിന്നുള്ള താരമാണ്. അപ്പോൾ ആരാണ് സൂര്യകുമാർ യാദവിനെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തതെന്നതിനെ പറ്റി കൃത്യമായ ഇതില്ല. പക്ഷെ അറിയാൻ കഴിഞ്ഞത്, ഗൗതം ഗംഭീറിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് ടീമിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളെ അല്ല എനിക്ക് ആവശ്യം. എനിക്ക് ഫുൾ ടൈം ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും ടീമിന്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള ഒരാളെയാണ് ആവശ്യം എന്ന് മാത്രമാണ് ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടത്. ഗൗതം ഗംഭീർ ഒരിക്കലും സൂര്യകുമാർ യാദവിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇൻസൈഡ് വാർത്തകൾ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സൂര്യകുമാർ യാദവിനെ എടുക്കുകയും ക്യാപ്റ്റനാക്കുകയും ഹാർദിക് പാണ്ഡ്യയെ മാറ്റുകയും ചെയ്തത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഹാർദിക് പാണ്ഡ്യയുടെ ആരാധകരുടെ ഭാഗത്ത്, അല്ലെങ്കിൽ പേഴ്സണലി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ചെയ്തത് ശരിയാണോ എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഞാൻ പറയാനുള്ളത്, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൊടുത്തിരുന്നു ഈ T20 ലോകകപ്പിൽ വൈസ് ക്യാപ്റ്റനൊക്കെ ആക്കിയത് കൊണ്ട് തന്നെ. അപ്പൊ എല്ലാവരും തന്നെ അത് പ്രതീക്ഷിച്ചതുമാണ്. സൂര്യകുമാർ യാദവ് എക്സലന്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. അദ്ദേഹം ഇതിനു മുമ്പ് ഏകദിന ലോകകപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഓസ്ട്രേലിയയുമായിട്ടുള്ള ഒരു പരമ്പരയിൽ ഇന്ത്യനെ ലീഡ് ചെയ്തു. സൗത്ത് ആഫ്രിക്ക
കെയിൽ പോയി കളിച്ചപ്പോഴും അദ്ദേഹം തന്നെയായിരുന്നു ക്യാപ്റ്റൻ. അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു താരം തന്നെയാണ് സൂര്യകുമാർ. അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ ആക്കിയതിൽ നമുക്ക് അതിന് എതിരഭിപ്രായമില്ല. പക്ഷെ എന്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയെ തഴഞ്ഞു എന്നുള്ളതിനുള്ള ഒരു ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ് അതിന്റെ പുറകിലുള്ളത്, എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഹാർഡ് ലക്ക് ഹാർദിക് പാണ്ഡ്യ, അങ്ങനെ അല്ലാതെ മറ്റൊരു വാക്ക് എനിക്ക് പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചത് ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ഇന്ത്യയുടെ ടീം. ഞാൻ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു വലിയ ആരാധകനൊന്നുമല്ല, പക്ഷെ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും. കാരണം ഇങ്ങനെ ഒരു ഇതിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അദ്ദേഹം കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ, വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് അദ്ദേഹം പേഴ്സണലിയും അല്ലാതെ ക്രിക്കറ്റ് ഫീൽഡിലും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായിട്ട് വന്നത് മുതൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന കൂക്കുവിളികൾ, അദ്ദേഹത്തിന്റെ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ത്യക്ക് വേണ്ടി T20 ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അദ്ദേഹം കണ്ണീരോടെ നിൽക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു സാധനമാണ്. ഏതായാലും ഹാർഡ് ലക്ക് ഹാർദിക് പാണ്ഡ്യ, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു ന്യായീകരണം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി സൂര്യകുമാർ യാദവിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഇതിലൊന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിന്റെ ചോയ്സ് അല്ല, അത് സെലക്ടർമാരുടെയും അല്ലെങ്കിൽ കോച്ചിന്റെയൊക്കെ ചോയ്സ് ആണ്. ഹാർദിക് പാണ്ഡ്യനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഗൗതം ഗംഭീറിനെ ഇടപഴകാനും ഈസി ആയിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ സാധിക്കുന്നത് സൂര്യകുമാർ ആയിട്ടായിരിക്കും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഒരു കാരണം. ഏതായാലും ഇതൊരു മാരത്തോൺ മീറ്റിംഗ് ആയിരുന്നു എന്ന് പറയാം. കാരണം ഒരു പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടീമിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ 2 മണിക്കൂറാണ് അവർ മീറ്റിംഗ് കൂടിയതെന്നാണ് പറയപ്പെടുന്നത്. അതായത് 2 ടീമുകളെ, ഏകദിനത്തിനുള്ള ഒരു ടീമിനെയും T20ക്കുള്ള ഒരു ടീമിനെയും തിരഞ്ഞെടുക്കാനായിട്ട് 2 മണിക്കൂറാണ് ഈ സെലക്ടേഴ്സ് കൂടിയതെന്ന് പറയുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് അതിൽ കൊടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൗതം ഗംഭീറിന്റെ ഒരു പ്രത്യേക റിക്വസ്റ്റ് പ്രകാരമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഈ ഏകദിന മത്സരങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. രണ്ടുപേരും വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആദ്യ പരമ്പര ആയതുകൊണ്ട് അവർ തിരിച്ചു വന്നിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ 3 മത്സരങ്ങളാണ് ഇപ്പോൾ ശ്രീലങ്കയുമായിട്ട് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് ഏകദിന മത്സരം ഉള്ളത് അടുത്ത ഫെബ്രുവരിയിലാണ്, അത് ഇംഗ്ലണ്ടുമായിട്ടാണ്. ആ ഒരു ഇംഗ്ലണ്ടുമായിട്ടുള്ള പരമ്പര കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഏകദിന മത്സരങ്ങളുടെ മിനി വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്ന ചാമ്പ്യൻസ് ട്രോഫി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആകെ കളിക്കാൻ പോകുന്നത് 5-6 മത്സരങ്ങൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കണം വിരാട് കോഹ്ലിയോടും രോഹിത് ശർമ്മയോടും ഈ മത്സരങ്ങളിൽ കളിക്കാനായിട്ട് ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സഞ്ജു സാംസൺ കഴിഞ്ഞ ഏകദിന പരമ്പരയിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ് ഇതിനു മുമ്പ് ഇന്ത്യ ഒരു ഏകദിന മത്സരം കളിച്ചത്. അതിൽ ഏറ്റവും അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു സാംസൺ. അദ്ദേഹത്തിന് T20 എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ 3 മത്സരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ ഋഷഭ് പന്തിനെ വിക്കറ്റ് കീപ്പർ റോളിൽ 2 ടീമിലും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി വളരെ ഘോരഘോരം സംസാരിക്കുന്ന ആളുകളാണ് മലയാളികൾ. പക്ഷേ ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്താത്തതിന് ന്യായീകരണമില്ല. കാരണം ഋഷഭ് പന്തിന് 2 ടീമിലും ചാൻസ് കൊടുത്തതുപോലെ തന്നെ സഞ്ജു സാംസണും കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏകദിനത്തിൽ ഇന്ത്യയുടെ 2 വിക്കറ്റ് കീപ്പർമാരായിട്ട് എഴുതിയിരിക്കുന്ന ഒന്ന് ഋഷഭ് പന്തിനെയും മറ്റൊന്ന് KL രാഹുലിനെയുമാണ്. ഇനി നമ്മൾ T20 ഫോർമാറ്റിലേക്ക് വരുമ്പോൾ അവിടെയുള്ളത് ഋഷഭ് പന്തും സഞ്ജു സാംസണുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഋഷഭ് പന്തിന് 2 ഫോർമാറ്റിലും കൊടുത്ത സ്ഥിതിക്ക് സഞ്ജു സാംസണ് അങ്ങനെ കൊടുക്കാമായിരുന്നു. കാരണം അദ്ദേഹം കഴിഞ്ഞ ലാസ്റ്റ് ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചത് കൊണ്ടാണ് ഇത് പറയുന്നത്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയും ചെയ്യുന്നു. അദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ടൊന്നുമല്ല. ഏകദിനത്തിൽ അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടി. സിംബാബ്വേയുമായിട്ടുള്ള അവസാന T20യിൽ അദ്ദേഹം 58 റൺസ് നേടി. കഴിഞ്ഞ IPL വളരെ മികച്ച പ്രകടനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇതിൽ 2ലും ഉൾപ്പെട്ട ചില താരങ്ങളുണ്ട്. നമ്മൾ അവരെ പറ്റി നോക്കുമ്പോഴാണ് ഇത് വലിയ സങ്കടകരമായ ഒരു വസ്തുതയായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം റിയാൻ പരാഗ് 2020യിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയതിനോട് എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് അദ്ദേഹത്തിനെ ഈ ഏകദിന പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു താരം എന്ന് പറയുന്നത് ശിവം ദുബെയാണ്. ശിവം ദുബെയും 2 ഫോർമാറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ശിവം ദുബെയെ 2 ഫോർമാറ്റിൽ ഉൾപ്പെടുത്തിയത്? അദ്ദേഹം ഒരു സ്പിന്നർമാർക്കെതിരെ എപ്പോഴും വലിയ അടികൾക്ക് ശ്രമിക്കുന്ന, സിക്സർ അടിക്കുന്ന ഒരു താരമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിൽ ഉൾപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ എന്തിനാണ് ശിവം ദുബെ ഈ ഏകദിന ഫോർമാറ്റിൽ ഉൾപ്പെടുത്തിയതെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിലെങ്കിലും സഞ്ജു സാംസണ് ചാൻസ് കൊടുക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വൈസ് ക്യാപ്റ്റൻസിയാണ്. ശുഭ്മാൻ ഗില്ലിനെ 2 ഫോർമാറ്റിലും വൈസ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ്. ശുഭ്മാൻ ഗിൽ ഈ കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗം പോലും ആയിരുന്നില്ല. അദ്ദേഹം ഒരു റിസർവ് ലിസ്റ്റിൽ പെട്ട ഒരു താരമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് T20യിൽ വൈസ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതെന്തിനാന്ന് അതും ഒരു പിടി കിട്ടുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആളുകളുടെ എണ്ണം കൂടുന്തോറും, താരങ്ങളുടെ എണ്ണം കൂടുന്തോറും ഒരുപാട് സെലക്ഷന് ആളുകൾ ഉണ്ടെന്ന് അറിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയാണോ സെലക്ടർമാർക്ക് എന്ന് സംശയം തോന്നുകയാണ്. കാരണം ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ. പെട്ടെന്ന് ഇദ്ദേഹം വന്നിട്ട് എങ്ങനെയാണ് ഇതിൽ വൈസ് ക്യാപ്റ്റൻ ആയത് എന്നുള്ളതിനെ പറ്റി ഒരു സംശയം നിലനിൽക്കുന്നു. ഏതായാലും നമുക്ക് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോരുത്തരും ടീമിൽ വന്നതും വരാത്തതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.